നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 7ത്തിലെ വിൻഡ് സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസിൻ്റെ ചാപ്റ്ററാണ്. സോ ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ സെക്കൻഡ് ടോപ്പിക്കാണ് ഹൈ സ്പീഡ് വിൻഡ്സ് ആർ അക്കംപാനീഡ് ബൈ റെഡ്യൂസ്ഡ് എയർ പ്രഷർ. അതായത് നല്ല ശക്തിയുള്ള വിൻഡിൻ്റെ കൂടെ കൂടുന്നത് എപ്പോഴും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറഞ്ഞ എയർ പ്രഷർ ആയിരിക്കും. അതിൻ്റെ പ്രൂവ് ചെയ്യുന്ന 3 ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി 8.2 ദാറ്റ് ഈസ് ബ്ലോയിങ് ഇൻ ടു ദ ബോട്ടിൽ. You should take a piece of paper and roll it into the shape of a small ball. ആൻഡ് ഈ സ്മോൾ ബോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മൗത്തിനെക്കാളും ചെറുതായിരിക്കണം. ആൻഡ് ഇതിന് ശേഷം ഈ സ്മോൾ ബോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഇടുന്ന സൈഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ആൻഡ് നൗ ട്രൈ ടു ബ്ലോ ദ എയർ ടു ഫോഴ്സ് ഇറ്റ് ഇൻ ടു ദ ബോട്ടിൽ. അതിന് ശേഷം ഇതെന്ത് ചെയ്യണം, ബ്ലോ ചെയ്യാൻ ട്രൈ ചെയ്യണം. ട്രൈ ദ ആക്ടിവിറ്റി ബൈ യൂസിങ് ദ ഡിഫറെൻറ്റ് ബോട്ടിൽസ്. ചാലഞ്ച് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഫോഴ്സ് ദ പേപ്പർ ബോൾ ഇൻ ടു ദ ബ്ലോയിങ് ഇൻ ടു ദ ബോട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഏകദേശം ആ ഒരു മുകളിലെ ഭാഗത്തായിരിക്കും. പക്ഷേ അത് ട്രൈ ടു പുൾ ഓർ ട്രൈ ടു ബ്ലോ ഇറ്റ് ഇൻ ടു ദ ബോട്ടിലേക്ക് ആക്കാൻ ശ്രമിക്കുക. പഹേലി ആൻഡ് ബൂജോ ആർ തിങ്കിങ് അബൌട്ട് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ പഹേലിയും ബൂജോയും ഇതിനെപ്പറ്റി ആലോചിക്കായിരുന്നു. ഇത് ഡിഫിക്കൽട്ടാണ് അല്ലേ, നമുക്ക് യു ഫൈൻഡ് ഡിഫിക്കൽട്ട്. ഇഫ് യു ട്രൈ ദിസ് ആക്ടിവിറ്റി ഡെഫിനറ്റ്ലി യു ഗോണ ഫൈൻഡ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഇൻ ഫിഗർ 8 ആക്ടിവിറ്റി 8.3 എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് അനദർ ആക്ടിവിറ്റി. എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ടേക്ക് 2 ബലൂൺസ് വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ ഒരുപോലത്തെ സൈസിലുള്ള 2 ബലൂൺ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ്ങിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിലോ കെട്ടി വെച്ചിട്ട് ഏകദേശം 8 to 10 സെൻറ്റിമീറ്റർ അപ്പാർട്ടായിട്ട് കെട്ടി വെച്ചിട്ട് അതിനിടയിൽ കൂടെ ഉള്ള സ്പേസിലൂടെ നിങ്ങൾ ബ്ലോ ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്? വാട്ട് ഡിഡ് യു എക്സ്പെക്റ്റ്? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഓക്കെ, സോ ട്രൈ ഡിഫറെൻറ്റ് വേസ് ഓഫ് ബ്ലോയിങ് ഇൻ ടു ദ ബലൂൺസ് ടു സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, then try to do the next activity, that is the activity 8.4. In activity 8.4, can you blow and lift us in a heading, and you should take a strip of paper which should be having a length of 20 centimeter and a width of 3 centimeter, and between your thumb and forefinger place it down and now blow the paper. അപ്പം ഒരു 20 into 30 ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് റെസ്പെക്റ്റീവ്ലി ഉള്ള ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ തമ്പിൻ്റെയും ഫോർ ഫിംഗറിൻ്റെ ഇടയ്ക്ക് ഹോൾഡ് ചെയ്യണം. ആൻഡ് ഇതിന് ശേഷം പഹലി തിങ്സ് ദാറ്റ് ആൻഡ് ബ്ലോ ചെയ്യുമ്പോൾ ബ്ലോ ഓവർ ദ പേപ്പർ. ആൻഡ് ക്യാൻ യു സീ ദ ലിഫ്റ്റിംഗ് ഓഫ് പേപ്പർ? നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് ലിഫ്റ്റിംഗ് ഓഫ് പേപ്പർ ആഫ്റ്റർ ബ്ലോയിങ് ദിസ് മാൻ അല്ലേ. ഈ മനുഷ്യന് ബ്ലോ ചെയ്തതിന് ശേഷം പേപ്പർ ലിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ടു ദ പേപ്പർ? എന്ത് പറ്റി പേപ്പറിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലെറ്റ് us try to understand the observations in the activity 8.2, 8.3 and 8.4. So we are now going to conclude the observation. What happened to these activity, അല്ലെങ്കിൽ what happened to this strip of paper, balloons as well as the small ball അല്ലേ. ഫസ്റ്റ് what activity is about the ball in a bottle അല്ലേ. ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ ക്രംപ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ബോട്ടിലിൻ്റെ എൻഡിൽ പ്ലേസ് ചെയ്തിട്ട് അത് ബ്ലോ ചെയ്യാൻ നോക്കിയതാണ്. ഈ ആക്ടിവിറ്റിയിലെ ഇൻഫറൻസ് എന്താണെന്ന് വെച്ചാൽ, when we blow into the mouth of the bottle, the air near the mouth has higher speed. This decreases the pressure there. The air pressure inside the bottle is higher than near the mouth. The air inside the bottle pushes the ball out. സോ നമ്മളിപ്പോൾ ഈ ബ്ലോ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബ്ലോ ചെയ്യാൻ പോകുന്ന ഏരിയയിൽ എയർ പ്രഷർ കുറച്ചുകൂടെ കുറവാണ്. എന്ത് ചെയ്യുക, അകത്തിൽ നമ്മൾ ബ്ലോ ചെയ്ത് ഈ സ്മോൾ പീസ് ഓഫ് ബോൾ പോകേണ്ട ഉള്ളിലുള്ള ഭാഗത്ത് എയർ പ്രഷർ കൂടുതലാണ്. അപ്പോൾ എയർ പ്രഷർ അവിടെ കുറവ്, ഈ എൻഡിൽ നമ്മൾ എവിടെയാണോ സ്മോൾ ബോൾ പ്ലേസ് ചെയ്തത് അവിടെ എയർ പ്രഷർ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത് ബ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഊതുമ്പോൾ ആ എയർ പ്രഷർ കൂടുതലുള്ള ഭാഗം, ഉള്ളിലുള്ള ഭാഗത്തിൽ എയർ പ്രഷർ കൂടുതലാണ്. ആ ഭാഗം എന്ത് ചെയ്യും, പ്രഷർ വെച്ചിട്ട് ഈ ബ്ലോ ചെയ്യുമ്പോൾ ഈ സ്മോൾ ബോളിനെ പുഷ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ബോൾ പുറത്തേക്ക് വരും. ഓക്കെ, I once again repeating, when we blow into the mouth of a bottle, the air near the mouth has higher speed. This decreases the pressure there. The air pressure inside the bottle is higher than near the mouth. The air inside the bottle pushes the ball out. Okay, that's all about this. This is very simple activity. Now let us check the observation of activity 8.3.
So in the activity 8.3, we saw that when we blew between the balls, they moved towards each other. If how could this happen? This could happen if the pressure of the air between the balloons was somehow reduced. The pressure outside the balloons would then push them towards each other അല്ലേ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞു പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബലൂൺ സ്ട്രിങ്ങിൽ കെട്ടി വെച്ച രണ്ട് ബലൂണിൻ്റെ ഇടയിലൂടെ ആ സ്പേസിലൂടെ ഊതിയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? അവർ ഒരുമിച്ച് വരും. ദേ കം ടുവേർഡ്സ് ഈച്ച് അതർ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബലൂണിനകത്തുള്ള എയർ പ്രഷർ ഈസ് ലിറ്റിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഔട്ട്സൈഡ്. അപ്പം എന്ത് ചെയ്യും? പുറത്തുള്ള ബലൂൺസ് അവ തമ്മിൽ പുഷ് ചെയ്യും. പ്രഷർ കൂടുതൽ പുറത്തായതുകൊണ്ട് അവ തമ്മിൽ പുഷ് ചെയ്തിട്ട് അവ എന്ത് ചെയ്യും? അട്രാക്ട് ഈച്ച് അതർ ഓർ പുഷ് ദം ടുവേഴ്സ് ഈച്ച് അതർ. ഓക്കെ, that's all about the second activity. Then finally we are discussing about the activity 8.4. You saw that when you blew over the paper strip it went upwards അല്ലേ? നമ്മൾ ആ ഒരു 20x3 സെൻറ്റിമീറ്റർ പേപ്പറിൽ നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ബ്ലൂ ഓവർ ദ പേപ്പറാണ്. അതായത് പേപ്പർ കുറച്ച് മുകളിലേക്ക് പോകും. Why do you know why this happened? Because this if blowing over the paper reduced the air pressure above the strip. അപ്പോൾ അങ്ങനെ ബ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ there is a reduced pressure above the strip. ഓക്കെ, സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള പ്രഷർ കുറവായിരിക്കും. That's all about the activity 8.4. We see that the increased wind speed is indeed accompanied by reduced air pressure. അപ്പോൾ നമുക്ക് മനസ്സിലായി വിൻഡിൻ്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? എയർ പ്രഷർ എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ആവും. ക്യാൻ യു ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഹൈ സ്പീഡ് വിൻഡ്സ് ബ്ലൂ ഓവർ ദ റൂഫ്സ് ഓഫ് ബിൽഡിംഗ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഭയങ്കര നല്ല ശക്തിയുള്ള കാറ്റൊക്കെ അടിക്കുമ്പോൾ ബിൽഡിങ്സിൻ്റെ റൂഫൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ ബ്ലൂ എവേ ആവാനും. നിങ്ങൾക്കറിയാം, ചിലപ്പം നല്ല കാറ്റുള്ള സ്ഥലത്ത് ഷീറ്റൊക്കെ ആസ്പെറ്റോസ് ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? നല്ല കാറ്റടിച്ച് അത് പറന്ന് പോകാൻ കാരണമുണ്ട്. കാരണം വെച്ചാൽ ഇഫ് ദ റൂഫ്സ് വർ വീക്ക് ദേ വുഡ് ബി ലിഫ്റ്റഡ് ആൻഡ് ബ്ലോൺ അവേ. ഇഫ് യു ഹാവ് സച്ച് എക്സ്പീരിയൻസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റെഡ്യൂസ്ഡ് എയർ പ്രഷർ ദെയർ. അതുകൊണ്ടാണ് ആ റൂഫൊക്കെ എന്ത് ചെയ്യുക? ബ്ലൂ ഔട്ട് ആവുന്നത് അല്ലെങ്കിൽ ബ്ലോൺ അവേ ആവുന്നത്. ഓക്കെ, now let us understand how winds are produced, how they bring rain and how they can be destructive sometimes. അപ്പോൾ നമ്മളിനി പഠിക്കുന്നത് എങ്ങനെയാണ് വിൻഡ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് റെയിൻ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ എത്രത്തോളമാണ് ഇത് ഡിസ്ട്രക്റ്റീവ് ആവുന്നതാണ്. യെസ്, യു ഓൾറെഡി നോ ദാറ്റ് വെൻ എയർ മൂവ്സ് ഇറ്റ് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ എയർ മൂവ് ചെയ്യുമ്പോൾ അതിനെ വിൻഡ് എന്ന് പറയും. എയർ മൂവ്സ് ഫ്രം ദ റീജിയൻ വേർ ദ എയർ പ്രഷർ ഈസ് ഹൈ ടു ദ റീജിയൻ വേർ ദ പ്രഷർ ഈസ് ലോ. സോ എയർ എങ്ങനെ മൂവ് ചെയ്യുന്നത് വെച്ചാൽ എയർ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ എയർ പ്രഷറുള്ള സ്ഥലത്തേക്കായിരിക്കും എയർ യൂഷ്വലി മൂവ് ചെയ്യുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. എയർ മൂവ്സ് ഫ്രം ദ റീജിയൻ വേർ ദ എയർ പ്രഷർ ഈസ് ഹൈ ടു ദ റീജിയൻ വേർ ദ pressure is low. The greater differences in the pressure the faster the moves. അപ്പം ഈ ഒരു ഡിഫറൻസ് കാരണമാണ് എയർ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. ബട്ട് ഹൗ ആർ ദി പ്രഷർ ഡിഫറൻസസ് ക്രിയേറ്റഡ് ഇൻ നേച്ചർ? ഈസ് ദ ഡിഫറൻസസ് ഇൻ ടെമ്പറേച്ചർ ഇൻവോൾവ്? അപ്പോൾ എങ്ങനെയാണ് ഈ പ്രഷർ ഡിഫറൻസസ് ഉണ്ടായത്? ടെമ്പറേച്ചർ ഇനി ഇൻവോൾവ്ഡ് ആണോ? അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഫോളോയിങ് ആക്ടിവിറ്റി ഒക്കെ നമുക്കത് മനസ്സിലാക്കി തരും കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി വിൽ ബി ഡിസ്കസിങ് എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്